കുറവലങ്ങാട് വലിയതോട് കയ്യേറ്റം സംബന്ധിച്ച് അടിയന്തര അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പഞ്ചായത്ത് അംഗവും ചേർന്ന് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകി. കോട്ടയം പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്കാണ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി സെബാസ്റ്റ്യനും പഞ്ചായത്ത് പ്രതിപക്ഷാംഗവും മുൻ വൈസ് പ്രസിഡന്റുമായ ജോജി സി എബ്രാഹുവും ചേർന്ന് പരാതി നൽകിയിരിക്കുന്നത്. പ്രധാനമായും 5 ആവശ്യങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ സിബി സെബാസ്റ്റ്യനും ജോജി സി എബ്രാഹുവും നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ 14 കുടിവെള്ള പദ്ധതികൾ ഉൾക്കൊള്ളുന്നതിൽ 8 കുടിവെള്ള പദ്ധതികളും കയ്യേറ്റം നടന്നിട്ടുള്ള കോഴ വലിയ തോടിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നതെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കുറവലങ്ങാട്ടെയും കോഴായിലെയും 100 കണക്കിന് കർഷകരുടെ ആശ്രയവും വലിയ തോടാണെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. തോടിന്റെ നീരൊഴുക്ക് തടസ്സപ്പെടും വിധം പകുതിയിലേറെ കയ്യേറി 13 മീറ്റർ വീതിയുള്ള തോട് 3 മീറ്റർ പോലും ഇല്ലാത്തതാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നും ഇതിനു പിന്നിൽ പൊതുമരാമത്ത് വകുപ്പാണോ എന്ന് വ്യക്തമല്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അനധികൃതമായ കോഴ വെമ്പള്ളി തോടിനെ നശിപ്പിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുവാൻ നിർദ്ദേശം നൽകണമെന്നും അടിയന്തരമായി പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്ന പഞ്ചായത്ത് അംഗങ്ങൾ കേരള പിറവി ദിനത്തിൽ കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നതായും പരാതിയിൽ പരാമർശമുണ്ട്. എന്നാൽ അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു ചേർത്തത് 5 ദിനം പിന്നിട്ടാണെന്നും ഇക്കാര്യത്തിൽ സെക്രട്ടറി വീഴ്ച വരുത്തിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നവംബർ 2-ാം തീയതി പാലാ RDOയ്ക്ക് പരാതി നൽകിയതിനെ തുടർന്ന് അടിയന്തര അന്വേഷണം നടത്തുന്നതിനും നടപടികൾ സ്വീകരിക്കാനും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയ സാഹചര്യമുണ്ടായിട്ടും നടപടികൾ സ്വീകരിക്കുന്നതിന് സെക്രട്ടറി വീഴ്ച വരുത്തിയതായും പരാതിയിൽ കാണിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ മെമ്മോ നൽകിയതായി പോലും അറിയില്ലെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. പരാതി നൽകാനിടയായ സാഹചര്യങ്ങളെക്കുറിച്ച് പഞ്ചായത്ത് ഭരണപക്ഷ അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സിബി സെബാസ്റ്റ്യന്റെ പ്രതികരണം ഇങ്ങനെയാണ്. കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ വലിയ തോട് കയ്യേറ്റം സംബന്ധിച്ച് 1-ാം തീയതി ഗ്രാമപഞ്ചായത്ത് മെമ്പറായ ഞാനും ജോജിയും കൂടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകുകയും അതായത് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണമെന്നും അവിടെ തോട് കയ്യേറ്റം ഒഴിവാക്കി 4 സർക്കാർ അർപ്പിക്കണമെന്നും പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്നും ആവശ്യപ്പെട്ടിട്ട് 6-ാം തീയതിയാണ് പഞ്ചായത്ത് സെക്രട്ടറി യോഗം വിളിച്ചു ചേർത്തത്. അപ്പോൾ അതിന് 2-ാം തീയതി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ നമ്മൾ RDOയെ ബന്ധപ്പെടുകയും RDO സെക്രട്ടറി നടപടിയെടുക്കാത്തതിൽ DDPക്ക് പരാതി നൽകാൻ ആവശ്യപ്പെടുകയും നമ്മൾ ചെയ്തു. ഈ 18 ദിവസമായിട്ട് ഇതുവരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് DDPക്ക് നമ്മൾ കത്ത് നൽകുകയും പരാതി DDP ഫയൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ഹൈക്കോടതി വിധി മറികടന്ന് ഹൈക്കോടതി വിധിയുടെ ലംഘിച്ചുകൊണ്ട് പല പ്രാവശ്യങ്ങളിൽ നിയമലംഘനം നടത്തി അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തുകയും ഇത് പോലീസിനെ ഇന്റിമേഷൻ കൊടുത്തപ്പോൾ പോലീസ് നമ്മളോട് PWDയെയും പഞ്ചായത്ത് സെക്രട്ടറിയെയും ഇതിന്റെ കോപ്പി കൊടുക്കാനാണ് നമ്മളോട് നിർദ്ദേശിച്ചത്. അപ്പോൾ നമ്മളുടെ ജോലി നമ്മളുടെ ഇതിലുള്ളതല്ലാതെ അത് കോടതിയിൽ നിന്ന് ചെല്ലുമെന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം നമ്മളോട് തട്ടിക്കയറുകയാണ് ഉണ്ടായത്. വീണ്ടും നിർബന്ധിച്ചാണ് നമുക്ക് റെസിപ്റ്റ് എഴുതി തരാനുണ്ടായ സാഹചര്യം. പഞ്ചായത്ത് കമ്മിറ്റികളിൽ ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം.